ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം പൊന്നൂസുമോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്നത് ആഘോഷിക്കാമെന്ന് കരുതി അലങ്കാരപ്പണികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൃഷ്ണമോൻ ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വന്ന് വയറുവേദനയാണെന്ന് പറഞ്ഞിട്ട് വയറുവേദന ഉണ്ടായിരുന്നു കാണും, എങ്കിൽ പോലും ഈ ആഘോഷ പരിപാടികൾ ഓർത്തായിരിക്കും അവൻ വന്നത്. ഇതാ ഈ സ്നാക്ക് കിട്ട് നടക്കുന്ന കൊച്ചു സാധനമാണ് ഇന്നത്തെ നമ്മുടെ ഫംഗ്ഷൻ്റെ ഏറ്റവും മുഖ്യ അതിഥി. ഇങ്ങനെ നടക്കുകയാണ്, കുറുമ്പ് കാണിച്ചിട്ട് ചെറുതായിട്ടൊക്കെ നടക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അലങ്കാരപ്പണികളെല്ലാം നടത്തി കഴിഞ്ഞിട്ട്, അലങ്കാരപ്പണികൾ മാത്രമായിരുന്നില്ല, കടയിലേക്കുള്ള പലഹാരങ്ങളും എല്ലാം പൊരിച്ച് വെച്ചിട്ടാണ് ഞാൻ കേക്ക് എടുക്കാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവണം. ഇത് ഇന്നലെ കൊറിയർ വന്ന ഡ്രസ്സാണ്. അപ്പം ഞാൻ അതിൻ്റെ കൂടെ ഒരു വൈറ്റ് പാൻറ്റാണ് പെയർ ചെയ്തത്. കേക്കൊക്കെ എടുത്തിട്ട് വന്ന് കുഞ്ഞാവെ ഒരുക്കി കഴിഞ്ഞപ്പോൾ കുഞ്ഞാവയാണെങ്കിൽ നിർത്താതെ കരച്ചിൽ. അത് വേറൊന്നും കണ്ടിട്ടല്ല കേട്ടോ. കുറച്ച് പേര്, അയലത്തുള്ള കുറച്ച് പേര് വന്ന് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അവരെ കണ്ടിട്ട് ഇവളെ എടുത്തിട്ട് പോകുമോ എന്നുള്ളൊരു പേടിയിലാണ് ഇവളെ കിടന്ന് വിളി വയ്ക്കുന്നത്. എന്തിനാണോ എന്തോ, സ്ഥിരം കാണുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ അവൾക്ക് എപ്പോഴും സേഫായിട്ടിരിക്കുന്നത് അവളുടെ അമ്മയുടെ കയ്യിലാണ്. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, എൻ്റെ ഈ ആങ്ങളുടെ 2 മക്കളും എനിക്ക് സ്വന്തം മക്കളെ പോലെയാണ്. കാരണം എനിക്ക് പെൺപിള്ളേരെ അത്ര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ മൂത്തയാളുടെ ബർത്ത്ഡേ ഞാൻ നടത്തിയതുപോലെ തന്നെ ഇളയാളുടെ ബർത്ത്ഡേ എനിക്ക് മുൻപന്തിയിൽ നിന്ന് നടത്താൻ കഴിഞ്ഞു. അത് ഭയങ്കര സന്തോഷമാണ്. കേക്കും ഉടുപ്പും ദാണ്ട ഇതെല്ലാം എനിക്ക് അറേഞ്ച് ചെയ്യാൻ കഴിഞ്ഞു. ഭയങ്കര സന്തോഷമുണ്ട്. ഇതെൻ്റെ പൊന്നുമോള്, മറ്റേതെൻ്റെ ഇന്നുമോള്. അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടാണ് ഈ കാണുന്നത്. പക്ഷേ ആളിരുന്നിട്ടില്ല. എന്തായാലും കേക്കൊക്കെ സൂപ്പറായിരുന്നു, ആഘോഷങ്ങൾ സൂപ്പറായിരുന്നു. അവൾ കരഞ്ഞു കഴിച്ച ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു.